ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്നാക്സ് സേമിയ വെച്ചുണ്ടാക്കുന്ന സേമിയ അടയാണ് ഉണ്ടാക്കുന്നത്. അത് വാഴയിൽ പൊതിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന അടയാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സേമിയ ചെറിയൊരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്, 150 ഗ്രാമാണ്. തേങ്ങാപ്പാൽ ഒരു മുറി മുഴുവനായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു 1/4 പോർഷൻ എടുത്തിട്ട് പിഴിഞ്ഞെടുത്ത പാലാണ്. നേന്ത്രപ്പഴം കഷ്ണങ്ങളാക്കിയതാണ് നെയ്യിൽ വറുത്ത് ഇതിനകത്ത് ചേർക്കാനുള്ളത്. വെളിച്ചെണ്ണ, ഉപ്പ്, പഞ്ചസാര, ഇതൊരു 4 സ്പൂണും വേണ്ടി വരും. നെയ്യ്, ഏലക്ക ഒരു 3-4 അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി. സ്റ്റവ് കത്തിച്ച് നമ്മൾ പാൻ ഇത് തീയിലിട്ട് വെക്കുകയാണ്. ഇതിനകത്തോട്ട് നമുക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. സേമിയ തീ കുറച്ചിട്ട് നമ്മൾ വറുത്തൊരു ചുവക്കുന്ന രീതിയിൽ വറുത്തെടുക്കുക. ആ സേമിയ ചുവന്ന് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഴമുറുക്കെല്ലാം വറുത്തെടുക്കണം. ഇതിൽ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പായിട്ടുണ്ട്. ഇനി അത് വറുത്ത് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് മുന്തിരിങ്ങയും പഴനുറുക്കും വറക്കാം. മുന്തിരി ഇട്ട് കൊടുക്കാം. ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ ഈ പഴനുറുക്കും കൂടെ ഇടുവാണ്. ഈ സേമിയയിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്, പായസത്തിനാക്കുന്ന പോലെ. പക്ഷെ പായസം പോലെ നീണ്ടു പോകണ്ട, ഇത് വറ്റിച്ചാണ് എടുക്കുന്നത്. നമ്മൾ ആദ്യം ഒഴിച്ച പാല് വറ്റിപ്പോൾ ഇത് കുറച്ച് പാലൊഴിച്ചിട്ട് വറ്റിച്ചെടുക്കണം. പാല് കൂടിപ്പോയി കഴിഞ്ഞാൽ ലൂസായി പോകും. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ഞങ്ങൾക്കധികം പഞ്ചസാര കഴിക്കത്തില്ല. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്തോളൂ. ഞാനിപ്പോൾ തൽക്കാലം 2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇത് സേമിയ നമ്മൾ പായസത്തിനൊക്കെ വേകുന്ന മാതിരി അതിനനുസരിച്ചുള്ള പാല് ഞാനൊരു 4-5 പ്രാവശ്യമായിട്ടാണ് ഒഴിച്ചെടുത്തത്. അത് ഒഴിച്ചത് ശരിക്കും സേമിയ വെന്ത് കുറുകി വരണം. ഇതിനകത്ത് ഞാൻ പഞ്ചസാര ചേർത്തു, കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തു. മധുരം അല്പം കുറവായിരുന്നു. ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്, ഒരു പിഞ്ചുപ്പ്. ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, പഴനുറുക്ക്, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാം. തീ ഓഫ് ചെയ്ത് വാങ്ങാം. ഇതൊരളവിന് കണക്കായിട്ട് ഞാനൊരു ബൗളിൽ വെച്ചതേ ഉള്ളൂ. എന്നിട്ട് നമ്മളതൊന്ന് അടയുടെ ഷേപ്പിലേക്ക് പരത്തി കൊടുക്കുക. അത് ചൂടോടുകൂടി തന്നെ പരത്തണം. അത് കുറച്ച് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് അടയായിട്ട് തന്നെ ഇരിക്കും. ഇത് ഇല വാട്ടിയതൊന്നുമല്ല, പച്ച ഇലയാണ്. ചെറുതായിട്ടൊന്ന് വാട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ വെച്ചാൽ മതി.
ഹലോ, നമ്മൾ എല്ലാം ഈ സേമിയ ഇലയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയി. അത് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതാ കണ്ടോ, നല്ല സ്റ്റൈലായിട്ട് അത് സേമിയയുടെ ക്ലിയറായി വന്നിരിക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മെനുവാണ്. വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും അത് ട്രൈ ചെയ്ത് ഉണ്ടാക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക.